ഇവിടെ അപ്പം മകളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് മരുമോൻ്റെ പെങ്ങളും അളിയനും ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്കിലാണ്. അതുപോലെ തേങ്ങ വേണ്ട നമ്മുടെ ഈ പരുവായി ആട്ടാറായി. അപ്പോൾ ഇനി അടുക്കളയിലേക്ക് പോവാം. ചെറുതിനകത്തിലരയ്ക്കാം. ബീഫിനെ കറി വെക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ആദ്യം എണ്ണ ഒഴിച്ച് എന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കുറച്ച് കടുകിട്ട് പിന്നെ സവാള വാരി ഈ കറി. സവാള വാരിയ കറിയല്ല, സവാളക്കറിയല്ല, വാരിയിട്ട് അതിനെ അങ്ങനെ സവാളക്കറിയല്ല, ബീഫ് കറിയാണ്. നിങ്ങൾ വിളിക്കാലോ വീഡിയോ ചെയ്യാനായിട്ട്. അതെ, അത് വേണമല്ലോ. കുഞ്ഞാറ്റ എന്നാ ചാനൽ തുടങ്ങിയ നേരത്തെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാറുണ്ടെങ്കിൽ ഉണ്ടല്ലോ. കുഞ്ഞാറ്റ എവിടെ എത്തിയേനെ? 10 രൂപ കാശുണ്ടായാലേ അന്ന് ആ ചാനൽ തുടങ്ങിയ സമയത്ത്. കുഞ്ഞാറ്റ എപ്പോഴേ തുടങ്ങി. അത് അവിടെ കൊണ്ട് കാണിക്കാതെ രണ്ടുപേരും അവിടെ നിന്ന് തുണി കഴിയുക. ഉത്തരവാദിത്തം ഉണ്ടോ? ഒരു ബോധമുണ്ടോ? നീ വീട്ടിലൊരു ചടങ്ങ് നടക്കുവാന്ന് വല്ലതും അറിയാവോ? നിനക്കറിയാവോ? നീ പെണ്ണുങ്ങളെ കുണ്ടിയെന്നാമെന്നിരിക്കുവല്ലേ. എടി ഇങ്ങോട്ട് നോക്കാൻ, പലയിടത്തോട്ട് നോക്കാനല്ലേ പറഞ്ഞു. ഇവളുമാരും നേരം നിന്ന് എല്ലാവരും ഓരോരുത്തരോരോരുത്തരും മാറി മാറി നോക്കണം. ഇവളൊക്കെ ഇത് എന്താ ഇത് നടത്തുന്നത്? ഇതിനകത്തിൽ എന്തുവാ അരങ്ങേറുന്നേ? ഇവന്മാർക്കൊരു ജോലിയും ഇല്ല. നമ്മളത്ത് രണ്ടായിട്ട് വെച്ചതോ അതിനകത്ത്? ഇതിനകത്ത് ഇത് വെച്ചേക്കുവാ. കുക്കറിനകത്ത് ഇരി വേണ്ട 3 അണച്ചി. അത് ചെയ്യുമ്പോൾ അത്രയും കാണും. ആദ്യത്തെ തവണ വെച്ചാൽ അത്ര ഇത്രേ ഉള്ളത്. നീ കണ്ട പാത്രം അതിനകത്ത് കാണിക്കാതെ ദൈവത്തെ ഓർത്ത് എടുത്ത് തോട്ടിക്കളവ്. ഓണമാകട്ടാദ്യം പറഞ്ഞോട്ട് ആര് ജീവിക്കും ആര് മരിക്കുന്നൊന്നും അറിയത്തില്ല. ആദ്യം ഓണമാകട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങി. 7 ദിവസം കൂടെ ഉള്ളു. എന്റെ മൂട്ടിൽ തീ കയറി. എന്താ ഓണത്തിന് അല്ല, ഞാനോർത്ത് ഞാൻ 7 ദിവസം കൂടെ ഉള്ളെന്ന്. ഓണത്തിന് 7 ദിവസം കൂടെ ഉള്ളെന്നാ പറഞ്ഞത്. ഞാൻ നാക്കുകളും പറഞ്ഞില്ല. ഞാൻ 7 ദിവസം കൂടെ ഉള്ളു. സത്യമാണ്. എന്താ അത് കഴിയുമ്പോൾ പോവോ? വന്നിട്ട് പറയും ഇതമ്മ നമുക്ക് ഒന്നും പറയത്തില്ല. രണ്ടാമത്തെ ട്രിപ്പ് മരുന്ന് പോയി മേടിച്ചിട്ടേ പോകത്തുള്ളൂ. അതെ, രണ്ടാമതൊന്നുകൂടെ അമൃതയിലൊക്കെ പോയി മരുന്നൊക്കെ മേടിച്ച് ഡോക്ടർ എന്താ പറയുന്നത് അറിഞ്ഞിട്ടേ ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ടൊക്കെ പോയാൽ മതി. അല്ല അത് വിടത്തില്ല. അന്നേരം മരുന്ന് കണ്ടിന്യൂ ചെയ്യണമെന്ന് വരും. അന്നേരം നമ്മൾ ഇവിടെ തന്നെ കൊണ്ട് നിർത്തും. പിന്നെ ചേച്ചി പഠിപ്പിക്കാൻ അറിഞ്ഞാൽ പഠിപ്പിക്കണം ചേച്ചി. അപ്പൊ ഇനി അവരവിടെ നിൽക്കട്ടെ. ഈ വധുകൂരി അങ്ങനെ ഒന്ന് വിട്ട് കിട്ടുവാനും നല്ലതായിരുന്നു. നമ്മുടെ പ്രിയനെയും കൂടെ. പുഴു വെച്ചേ, അത് പുഴുണ്ട്. കണ്ട തക്കാളിക്കകത്തി പുഴു. എന്താ കാണിച്ചേ? വേണ്ടേ? അയ്യോ, ഒരു തക്കാളി മേടിച്ചേണ്ട പുഴു. ഒരു തക്കാളിയല്ല, 1 കിലോ. മറ്റേ നോക്കണേ, മറ്റേ തക്കാളിക്കകത്തിലുണ്ടോ നോക്കും. ആ പുഴു കയറുന്ന നല്ല തക്കാളി ആയതുകൊണ്ടാ, വിഷമടിക്കാത്ത തക്കാളിയാണ്, അതുകൊണ്ടാ പുഴു കയറുന്നത്. ആ സാരമില്ല, പുഴുവിനെ ചൈനക്കാർക്ക് പുഴുവിനെ തിന്നെങ്കിൽ നമുക്ക് തിന്നാലെന്താ? അതിനകത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് സംശയം തോന്നി. ചൈനക്കാര് കുപ്പിക്കകത്തിലിട്ട് അടച്ചു വെച്ചേക്കുവാ. നിരാഹാര ദിവസം, നിരാഹാര സത്യാഗ്രഹം 2ാം ദിവസം. അവിടെ ഇരുന്നോ? അയ്യാ, ഈ ചോറ് ഊറ്റണം. ചോറോ? ഞാൻ തന്നെ ഊറ്റണോ?
അല്ല ഇന്നലെ നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ ഊറ്റിക്കളാന്നല്ലേ പറഞ്ഞേ? കൊച്ചുള്ളി ഇത് മറിയുമ്പോൾ അല്ലേ? കൊച്ചുള്ളി ഇട്ടോ പക്ഷേ കൊച്ചുള്ളി കൂടുതൽ ഇടുന്നത് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. കടുക് തളിക്കാൻ തുടങ്ങി. അവിയലിനും വേണം, മതി മതി മതി. കടുക് തളിക്കാനും വേണം. ഞാൻ നോക്കിയത് ഇത്ര നല്ലത് ചൂടെ പൊട്ടണോ? ചൂടെ ഒന്ന് വെന്തോട്ടെ ചേച്ചി. ഒന്നുകൂടെ ഒന്ന് ഉപ്പിട്ടായിരുന്നല്ലോ, ഒന്നുകൂടെ ഒന്ന് ഇതായി കഴിയുമ്പോൾ ഊറ്റാൻ. അവിയലിന് പച്ചമുളക് ആവശ്യത്തിന് കീറി ഇട്ടായിരുന്നോ? ഈ ചട്ടയും കോളപ്പൊടി പറഞ്ഞു ഞങ്ങളൊരു സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കുകയാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിക്കകത്ത്, പിന്നെ അരപ്പിട്ട്, പിന്നെ കഷ്യം എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് അതിനെ ഞങ്ങൾ മിക്സ് ചെയ്യാൻ പോകുന്നു. അതിനകത്തിട്ട് ഞെടാനുള്ള സൗകര്യം ഉണ്ടോ? ഇല്ല, അതിനകത്തിട്ട് ഞെരട്ടണം, എന്നാലേ പറ്റൂ. അതിനെ ഇങ്ങനെ സൈസാക്കി നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഞെടി ചേർത്ത്. ഉപ്പ് വേണോ? ഉപ്പും ഇങ്ങനെ വേണ്ടേ? ഒരു നുള്ളു മുളക് പൊടി, പിന്നെ അതിന് പാകത്തിനുള്ള ഉപ്പ്. ചില കൂടുതൽ ഇരുന്നോട്ടെ, അങ്ങനെ ആയിരിക്കും. പാകത്തിനുള്ള ഉപ്പ്. ഇതെന്തിനാ ചേർക്കോ? അതതിനകത്ത് ഇടാൻ ഇപ്പോൾ തേങ്ങ കൂടുതലാണ്. ഇതുണ്ടോ? അത് ചേർത്തോ, കൂടെ കിടക്കട്ടെ. ഇട്ടേക്കാനോ? ഇട്ടേര്. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് വരും. പിന്നെ നമ്മളിതിനകത്ത് സ്പെഷ്യലായിട്ട് അവിയലിൽ ചേർക്കണമെന്ന് പറയുന്നത് തേങ്ങാപ്പീര സ്പെഷ്യലായിട്ട് അതിനകത്തിലിട്ട് നമ്മൾ ആ കഷ്യത്തെ ഞെരടി ചേർക്കും. ഇരുപത്തെണ്ണം വേണമെന്ന്. എന്തുവാ സേമിയ സെറ്റാണോ? ഒരെണ്ണം. ഒരെണ്ണം. അതിൽ കൂടുതലൊന്നും വേണ്ട, അതിൽ കൂടുതലൊന്നും ചിന്തിക്കണ്ട. എന്നിട്ട് നമ്മളിതിനെ ആദ്യം അടപ്പ് വയ്ക്കുമ്പോൾ തീ കൂട്ടി വയ്ക്കും. പിന്നെ അത് അതിൻ്റെ ഒരു പാകമാകുമ്പോൾ ഈ ശൂശു സൗണ്ട് അങ്ങ് മാറണം കേട്ടോ. നമ്മുടെ ഈ സവാള കരയുന്ന സൗണ്ട് ഉണ്ടല്ലോ, ആ ശൂശു സൗണ്ട് മാറണം. ശൂശു സൗണ്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ വെക്കുന്ന കറി വളിക്കത്തുമില്ല കേട്ടോ. അത് ചീത്തയായി പോകത്തുമില്ല നമ്മളെ ഭാഷ. കറിവേപ്പിലയൊക്കെ ആവശ്യത്തിനിടാം. കറിവേപ്പില കൂടുതലിട്ട് കഴിഞ്ഞാൽ ദഹന ശക്തി നന്നായിട്ടുണ്ടാവും. ഇലയുടെ അതുകൊണ്ട് കുഴപ്പമില്ല. ദഹിക്കാനേ നല്ലതാണ് കറിവേപ്പില. നമ്മൾ മറ്റേ മസാല പൊടിച്ചെടുക്കുക കേട്ടോ. കവറിൽ നിന്ന് തന്നെ പൊട്ടിച്ച് മിക്സിക്കകത്തിട്ട് പച്ചയ്ക്ക് അങ്ങ് പൊടിക്കുക. നമ്മളിവിടെ ചൂടാക്കത്തില്ല, പച്ചയ്ക്ക് പൊടിക്കുക. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്.
തക്കാളി ഇടുന്നുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഏകദേശം വേണ്ട വഴണ്ട് വന്നിട്ടുണ്ട്. കൊച്ചേ കൊച്ചേ വാ, ഇതിൻ്റെ ബാക്കി മുളക് പൊടി അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്. മുളക് പൊടി 1 2 3 4 സ്പൂൺ മതിയോ? മതിയായിരിക്കും. ഇതിൽ നമുക്ക് കാണാം. ഇത് കുറവ് കാണും. നമ്മൾ 1 കിലോയ്ക്ക് നമ്മൾ 4 ഒന്നുകൂടെ ചാമ്പാൻ മതിയായിരുന്നു. അതൊന്നും വേഗം തോന്നുന്നില്ല. കുരുമുളക് ഉണ്ടല്ലോ ഇല്ലേ? ഓക്കെ ഓക്കെ. ഒരു മുഴം കമ്പോണ്ട് നമ്മൾ ചോറ് വേവിച്ച്. അതാണ് ഇന്നലെ ഞാൻ ഉന്നി വെച്ചിരുന്നായിരുന്നു. ആ ഒരു കമ്പ് അതുകൊണ്ട് നമ്മൾ ചോറ് വെച്ച് അടുത്ത ചോറും വെച്ചിട്ടുണ്ട്. അതാണ് ഞാനും എൻ്റെ നാത്തൂരും. ഞാൻ കാപ്പിയൊക്കെ കാണാം എൻ്റെ ഏമാട്ടി എടുത്ത് കയറ്റി വെച്ചത്. പാചകം കഴിയുമ്പോൾ വൃത്തിയാക്കാനായിട്ട് ചാടിക്കറി വന്നാ എന്തുവാ ഈസ്റ്റേണിൻ്റെ മസാല ഇടുന്നു കേട്ടോ.